മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തുടരും സിനിമയെക്കുറിച്ചാണ്. ആരും പേടിക്കണ്ട, നമ്മൾ സ്പോയിലർ ഒന്നും പറയത്തില്ല. അപ്പോൾ ഈ സിനിമയിലെ ലാലേട്ടൻ്റെ ഒരു ആക്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. നമ്മൾ മലയാളി ഓഡിയൻസ് ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഇറങ്ങിയ എമ്പുരാനിൽ പോലും ലാലേട്ടൻ്റെ ഒരു സ്റ്റാർ എന്ന നിലയ്ക്കുള്ള ഒരു ആക്ടിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കാണിച്ചിരുന്നത്. പക്ഷേ ഇതാണ് നമ്മൾ പണ്ട് കണ്ട ലാലേട്ടൻ. കാരണം ആ ഒരു അഭിനയവും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു ചാമും ഒക്കെ കാണിച്ചുള്ള ഒരു ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നോക്കിയിരുന്നത്. അപ്പം അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ തുടരും സിനിമയിലെ ഷൺമുഖൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ ഇത് ചെയ്തിരിക്കുന്ന വിധം, ഹ്യൂമർ കൈകാര്യം ചെയ്തിരിക്കുന്നത്, ഇമോഷണൽ സീൻസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, ചെറിയ ചെറിയ ഒരു മാസ് എലമെൻറ്റ്സ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്ന് പോകുന്ന ആ ഒരു ഭാവവും കാര്യങ്ങളും ഒക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന കുറേ ചിത്രങ്ങളുണ്ട്. അതെല്ലാം ഒരു സിനിമയെ കണ്ടാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ഫീലാണ് നമുക്ക് തുടരും കണ്ടപ്പോൾ തോന്നിയത്. അതിൽ ഈ സിനിമ കാണാത്തവരുണ്ട്, ഉറപ്പായിട്ട് തിയേറ്ററിലോട്ട് കിട്ടും. കിടിലം പടമാണ്. ലൈഫ് ടൈം നിങ്ങൾക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പടം തരാൻ പോകുന്നത്. ഇനിയും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഈ ഒരു രീതിക്ക് എക്സ്പ്ലോർ ചെയ്ത് വന്നിട്ടുള്ള ഈ അടുത്ത് വന്നതിൽ ഏറ്റവും മികച്ച സിനിമ തന്നെയാണ് തുടരും എന്ന് പറയുന്ന സിനിമ. ഇതിൻ്റെ സംവിധായകനാണ് ഏറ്റവും കൂടുതൽ കൈയടി നമ്മൾ കൊടുക്കുന്നത്. അദ്ദേഹം ഒരു ഫാൻ ബോയ് ആയിട്ട് നിന്ന് ലാലേട്ടൻ ഈ ഒരു പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ല രീതിക്ക് തന്നെ ആ ഒരു പെർഫോമറെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ് മാറി, പഴയ അഭിനയമില്ല, പഴയ ലാലേട്ടനെ കാണുന്നില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഉള്ളൊരു വലിയ മറുപടിയാണ് ഈ സിനിമ. ഈ സിനിമ ഒന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് അത് പറയില്ല. കാരണം ആ ഒരു തരത്തിലൊരു പെർഫോമൻസ് ആണ്. ഒത്തിരി പേര് ഈ സിനിമയിലുണ്ടെങ്കിലും എല്ലാവരെയും നമ്മൾ ശ്രദ്ധിക്കാതെ ഈ ഒരാളിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ പോകുന്ന രീതിക്കത്തെ ഒരു പെർഫോമൻസ് ആണ് അങ്ങനെ കാണിച്ചു വച്ചിരിക്കുന്നത്. ശരിക്കും ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോഴും അതേപോലെ തന്നെ ഇൻ്റർവൽ പോർഷനിലൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ടാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ശോഭനാമൊക്കെ ആണെങ്കിലും കുറേ വർഷത്തിന് ശേഷമാണ് ഇവർ തമ്മിലുള്ളൊരു കോമ്പിനേഷനൊക്കെ വരുന്നത്. നല്ല രസമായിട്ടുണ്ടായിരുന്നു. ആ ഒരു തുടക്കത്തിൽ സംഭവമൊക്കെ ആണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ സോങ്സ് എല്ലാം വളരെ നല്ല മനോഹരമായിട്ടുള്ള സോങ്സും കാര്യങ്ങളും ആയിരുന്നു. അപ്പം അപ്പോഴും നമ്മൾ ആ ഒരു പഴയ ലാലേട്ടനെയൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നാണ് സെൽഫ് ട്രോളുകളൊക്കെ ആണെങ്കിലും നൈസായിട്ട് പുള്ളി ആ താടിയുടെ കാര്യമൊക്കെ ഭയങ്കരമായിട്ട് ഹേറ്റേഴ്സിനൊക്കെ ആയിട്ടുള്ള കൊട്ടൊക്കെ നൈസായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പം എന്തായാലും ലാലേട്ടൻ ആരാധകർക്കും അതേപോലെ തന്നെ മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയേറ്റർ വരുന്നതാണ് സിനിമ. ഈ സിനിമ മലയാളികൾ മാത്രമല്ല, ഈ സിനിമ റിലീസ് ആയിട്ടുള്ള എവിടെയൊക്കെയാണ് അവിടെ നിന്ന് എല്ലാവരും ഈ സിനിമ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പം ഭയങ്കരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് എല്ലായിടത്തുനിന്നും വരുന്നത്. ഇന്നത്തെ ദിവസം തന്നെ ഏകദേശം ഇപ്പം 6.5 crore ബുക്കിംഗ് നടന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസം ഇതുവരെ ഞാൻ കണ്ടത് ആ ഒരു സമയത്ത് വരെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസത്തെ ബുക്കിങ്ങുകളൊക്കെ ഏകദേശം ഒരു 10 കോടിക്ക് അടുത്തൊക്കെ വരും. ആ ഒരു ലെവലിലാണ് ഇതിൻ്റെ ബുക്കിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളം ഇപ്പം എന്താ പറയുക, മോളിവുഡ് ഇപ്പം മോഹൻലാൽ വുഡായ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ല, ഉടനെ തന്നെ തിയേറ്ററിൽ പോയി കാണുക. ഒരു കിടിലൻ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ളവർ അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.